ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മുളകിട്ട മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മീൻകറിക്ക് സവാളയോ ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റണ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മുളകിട്ട മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിത് ചക്കപ്പുഴുക്കിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ നിറയെ ചക്ക കിട്ടുന്ന സീസണാണല്ലേ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിൻ്റെ വീഡിയോ ഇതിൽ ക്ലിപ്പ് വന്നിട്ടില്ല. അപ്പോൾ 1 ടീസ്പൂണാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പുളിവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നീളനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് തന്നെ ചേർക്കാനായിട്ട് നോക്കുക, ചതച്ച് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതുവരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ വെളുത്തുള്ളി മൂത്ത് വരണം കേട്ടോ. അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുക. ഇനി ഞാനിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളകിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി ഉണ്ടല്ലോ, അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിയിലേക്ക് ആവശ്യമുള്ള പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൽ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരണ വരെ, ഈ പുളി നന്നായി തിളച്ച് ഒന്ന് വറ്റി വരണ വരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇതാ പുളിയൊക്കെ ഒഴിച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ സമയത്ത്. അപ്പം ഞാനിതിലേക്ക് നമുക്ക് മീൻ എത്രയാണോ എടുക്കുന്നത് അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീനിൻ്റെ കഷ്ണം ഒന്ന് വെന്ത് വരണ വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ചാറ് ആവശ്യമുള്ളത് അതുവരയ്ക്കും ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ ഇവിടെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് അവസാനമായിട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേവിയിലാണ് മീൻകറി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മുളകിട്ട മീൻകറിയാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.